അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി കമലാ ഹാരിസും ഇന്ത്യൻ വംശജ കൂടിയാണ് കമലാ ഹാരിസ്. ഡൊണാൾഡ് ട്രംപും റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള പോരാട്ടം കണക്കുകയാണ്. 2 മാസം മുമ്പ് ഒരു മത്സരവേദിയിൽ ഡൊണാൾഡ് ട്രംപ് കമലാ ഹാരിസിനെ കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്. കമലാ ഹാരിസിൻ്റെ പിതാവ് ഡൊണാൾഡ് ജെ ഹാരിസ് ഒരു കടുത്ത മാർക്സിസ്റ്റാണ്. അദ്ദേഹം സാമ്പത്തിക ശാസ്ത്ര അധ്യാപകനാണ്, മാർക്സിസ്റ്റാണ്. അദ്ദേഹം മകളെ നന്നായി പഠിപ്പിച്ചിട്ടുണ്ട്. ഇതായിരുന്നു ട്രംപിൻ്റെ വിമർശനം. സത്യത്തിൽ ഡൊണാൾഡ് ഹാരിസ് ഒരു മാർക്സിസ്റ്റ് ആയിരുന്നില്ല. പക്ഷേ നിലവിലുള്ള സാമ്പത്തിക നയങ്ങളെ ശക്തമായി വിമർശിക്കുന്ന അദ്ദേഹം മാർക്സിസ്റ്റ് വീക്ഷണകോണിലൂടെ തന്നെ നിലവിലുള്ള സാമ്പത്തിക നയങ്ങളെ വിമർശിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം ഒരിക്കലും ഒരു മാർക്സിസ്റ്റ് ആയിരുന്നില്ല. മറ്റൊരു കാര്യം, എത്രയോ വർഷമായി കമലാ ഹാരിസും പിതാവും അകന്നു കഴിയുകയാണ്. കമലാ ഹാരിസിന് 6 വയസ്സുള്ള സമയത്ത് തന്നെ കമലാ ഹാരിസിൻ്റെ മാതാവ് ശ്യാമള ഗോപാലൻ ഹാരിസും അച്ഛൻ ഡൊണാൾഡ് ഹാരിസും വിവാഹബന്ധം വേർപിരിയുകയാണ്. 1969 അവർ വേർപിരിയുന്നത്. 1972 പൂർണ്ണമായ വിവാഹമോചനവും നേടി. അകന്നു കഴിയുകയാണെങ്കിലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനിടയിൽ, അതായത് 2021 വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെടുന്നതിനിടയിൽ കമലാ ഹാരിസ് തൻ്റെ പിതാവിനെ ഓർമ്മിപ്പിച്ചിരുന്നു. അമേരിക്കയിലെ ഏതോ ഒരു പാർക്കിൽ കൊച്ചുകുട്ടിയായ തന്നെ പിതാവ് ഓടാൻ പ്രേരിപ്പിക്കുകയാണ്. റൺ കമല റൺ, ഓടിക്കോ കമല ഓടിക്കോ, ആരെയും നിന്നെ തടയാൻ അനുവദിക്കരുത് എന്നായിരുന്നു കമലയോട് പിതാവിൻ്റെ ആജ്ഞ. അത്രയും മകളെ മുന്നേറാൻ പ്രേരിപ്പിച്ച ആളാണ് എൻ്റെ അച്ഛൻ എന്ന് കമല തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ ഓർക്കുകയാണ്. ജമൈക്കക്കാരനാണ് കമലയുടെ പിതാവ്. മാർക്സിസ്റ്റ് എക്കണോമിക്സ് പ്രൊഫസറാണ് അദ്ദേഹം. സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ എമിറിറ്റസ് പ്രൊഫസറാണ്. പിന്നീട് അദ്ദേഹം റിട്ടയർ ചെയ്തു. കമലാ ഹാരിസിൻ്റെ അമ്മ ശ്യാമള ഗോപാലൻ ഹാരിസുമായി വേർപിരിഞ്ഞു കഴിഞ്ഞിരുന്ന അദ്ദേഹം 2009 അമ്മ മരിച്ച സമയത്തും തൻ്റെ പിതാവ് ശവസംസ്കാര ചടങ്ങിന് പോലും എത്തിയില്ല. പിന്നീട് കമലയുടെ വിവാഹത്തിനും അദ്ദേഹം പങ്കെടുത്തില്ല. പക്ഷേ പിന്നീട് മറ്റൊരു വേദിയിൽ വെച്ച് മകളുടെ ഭർത്താവിനെ പരിചയപ്പെടുകയുണ്ടായി എന്നാണ് പറയുന്നത്. ഏതായാലും അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള മത്സരം കടുക്കുകയാണ്. ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയായ ഇന്ത്യൻ വംശജയായ കമലാ ഹാരിസ് ജയിക്കുമോ? അതേ സമയത്ത് തന്നെ ഇന്ത്യയോട് താല്പര്യമുള്ള ഇന്ത്യൻ ഭരണകൂടങ്ങളുമായിട്ട് നല്ല ബന്ധമാണ് രണ്ട് പാർട്ടികൾക്കും. ഡെമോക്രാറ്റിക് പാർട്ടിയാണെങ്കിലും റിപ്പബ്ലിക്കൻ പാർട്ടിയാണെങ്കിലും ഉള്ളത്. മുൻ പ്രസിഡന്റായിരുന്ന ഡൊണാൾഡ് ട്രംപ് ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും അധികാരത്തിലെത്തുമോ എന്ന മത്സരമാണ് നടക്കുന്നത്. ആര് ജയിച്ചാലും ഇന്ത്യയുമായുള്ള ബന്ധങ്ങൾക്ക് വലിയ മാറ്റം ഒന്നും ഉണ്ടാവില്ല. ഇന്ത്യ ഒരു അമേരിക്കൻ ശൈലിയിലേക്ക് പോകാനും പോകുന്നില്ല, അതേസമയത്ത് ഒരു അമേരിക്കൻ വിരുദ്ധ രാഷ്ട്രവുമായിട്ട് നിൽക്കാനും പോകുന്നില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ സമയത്ത് അമേരിക്കൻ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട് അമേരിക്കൻ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളിലൊന്ന് മാത്രമാണ് കമലാ ഹാരിസും തൻ്റെ അച്ഛനെ ഓർക്കുന്നതും അച്ഛനുമായി വേർപെട്ട് കഴിയുന്നതും. കമലാ ഹാരിസിൻ്റെ അച്ഛനെ കണക്കാക്കി കമലാ ഹാരിസ് ഒരു മാർക്സിസ്റ്റാണെന്ന് വിമർശിക്കാൻ ഡൊണാൾഡ് ട്രംപ് തയ്യാറാവുന്നതും.